ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് യാർലങ് സാങ്പോ എന്നാണ്. ഈ നദിയിൽ വൈദ്യുതോർജ്ജ ഉൽപാദനത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡാം പണിയുവാൻ ഒരുങ്ങുകയാണ് ചൈന. എന്നാൽ ഈ പദ്ധതി ഇന്ത്യക്ക് ആശങ്ക ഉയർത്തുകയാണ്. ഈ നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് ഈ നദിയെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശിനെയും ഇന്ത്യയെയും സാരമായി ബാധിക്കും. ടിബറ്റിൽ സ്ഥാപിക്കുന്ന ജലവൈദ്യുതോർജ്ജ പദ്ധതി ലോകത്തെ തന്നെ വലിയ ഒരു പദ്ധതിയാണ്. മണിക്കൂറിൽ 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വലിയ ഒരു പദ്ധതിയാണിത്. ചൈനയുടെ നിലവിലെ ഏറ്റവും വലിയ പദ്ധതിയുടെ 3 ഇരട്ടി വരും ഇത്. ഈ പദ്ധതിക്ക് വേണ്ടി $137 ബില്യൺ ആണ് ചിലവ്. എന്നാൽ നിർമ്മാണത്തിന്റെ കൂടുതൽ വിവരങ്ങളും കൃത്യമായി സ്ഥലവും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിവിധ വെല്ലുവിളികളുള്ള സ്ഥലമാണിത്. നിരന്തരം ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. 20 കിലോമീറ്റർ നീളമുള്ള 6 ടണലുകൾ എങ്കിലും നദിയുടെ ഗതി മാറ്റുവാനായി നിർമ്മിക്കേണ്ടതായി വരും. കാർബൺ എമിഷൻ ഇല്ലാതാക്കുവാനും ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പദ്ധതി എന്നാണ് ചൈന ന്യായീകരിക്കുന്നത്. ചൈന ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാത്തതാണ് ഇന്ത്യക്ക് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും വെള്ളം ലഭ്യമാക്കുന്ന ഈ ബ്രഹ്മപുത്ര നദിയിൽ ചൈന ഡാം നിർമ്മിക്കുമ്പോൾ അത് വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടാക്കുകയും മഴക്കാലങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. രാജ്യത്ത് 30% ശുദ്ധജലവും 40% വൈദ്യുതോർജ്ജവും നൽകുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ചൈനയ്ക്ക് ബ്രഹ്മപുത്രയിലെ ഒഴുക്ക് നിയന്ത്രിക്കുവാൻ ശേഷിയുണ്ട്. ഈ നദിയിലെ ജലത്തിന്മേലുള്ള ഇരു രാജ്യങ്ങളുടെയും മത്സരം നിലവിലെ പ്രശ്നങ്ങൾക്കുമേൽ രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ചൈനയുടെ ഈ ജലവൈദ്യുത പദ്ധതിക്ക് പകരമായി അരുണാചൽ പ്രദേശിൽ 12 പദ്ധതികൾ സ്ഥാപിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന് ചൈനയെ ആശ്രയിക്കുന്നത് ചുരുക്കുവാൻ സാധിക്കും. എന്നാൽ അരുണാചൽ ടിബറ്റിന്റെ ഭാഗമാണെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ വാദം. ഓരോ കാരണങ്ങളാലും ചൈന ഇന്ത്യ ബന്ധത്തിൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്.